നമസ്കാരം. ഇത് സെയിന്റ് ജോർജ് യു പി സ്കൂൾ കല്ലാനിക്കൽ 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന തെക്കും ഭാഗത്തിന്റെ അക്ഷരവീട്. നമ്മുടെ ക്യാമറ കണ്ണുകൾ സ്കൂളിന്റെ നെടും തൂണായ ഹെഡ് മാസ്റ്റർ ശ്രീ ലിൻഡോ ജോർജിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. 1936 സ്ഥാപിതമായ ഒരു വിദ്യാലയമാണ് കല്ലാനിക്കൽ സെന്റ് ജോർജ് യു പി സ്കൂൾ. അന്ന് എറണാകുളം അതിരൂപതാധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ കണ്ടത്തിൽ പിതാവ് ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടെ ഒരു വിദ്യാലയം ആവശ്യമാണ് എന്ന് അന്നത്തെ പള്ളി വികാരിയോട് ആവശ്യപ്പെടുകയും തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. 1986 ആയപ്പോഴേക്കും ഈ വിദ്യാലയം ഹൈസ്കൂളും യു പി സ്കൂളും പ്രത്യേകമായി 2 HMSന്റെ കീഴിൽ സേവനം തുടങ്ങി. ഇപ്പോൾ ഈ വിദ്യാലയം കോതമംഗലം രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ഏജൻസിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ് ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരി. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട മാത്യു മുണ്ടക്കലച്ചനാണ് സേവനം ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിന്റെ നിലവിലെ ലോക്കൽ മാനേജർ റവറന്റ് ഫാദർ സോട്ടർ പെരിഞ്ഞാരപ്പള്ളി അച്ഛനാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സബ് ജില്ലയിലാണ് നമ്മുടെ ഈ കല്ലാനിക്കൽ യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകളിൽ 303 കുട്ടികളാണ് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. PTA സഹകരണത്തോടുകൂടി LKG UKG ക്ലാസ്സുകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. LKG UKG ക്ലാസ്സുകളിൽ 40ഓളം കുട്ടികളാണ് വിദ്യ അഭ്യസിക്കുന്നത്. കല്ലാനിക്കൽ സ്കൂളിന്റെ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ ഒരു പറ്റം അധ്യാപകരുടെ സാന്നിധ്യമാണ്. ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം. ചെറിയ ചെറിയ ഇണക്കങ്ങളും വലിയ സന്തോഷങ്ങളും ആയി വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്റ്റാഫ് റൂമാണ് കല്ലാനിക്കൽ സെന്റ് ജോർജ് യു പി സ്കൂളിലെ സ്റ്റാഫ് റൂം. ചേച്ചി, ചോറും എല്ലാം റെഡിയായല്ലേ? നമ്മള് ആഴ്ചയില് പാലെങ്ങനെയാ? പാല് 2 തവണ ആഴ്ചയില് തിങ്കളും വ്യാഴവും നമ്മൾ പാല് കൊടുക്കും. ബുധനാഴ്ച മുട്ട. ഇന്ന് നമ്മള് സ്പെഷ്യലായിട്ട് മെഴുക്കുവരട്ടി, പപ്പടം, മോരുകറി. ഓക്കെ. ആഴ്ചയിൽ നമ്മൾ ശരിക്കും 2 ദിവസം കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, ഒരു ദിവസം നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ 3 കൂട്ടം കറിയും കൂട്ടിയാണ് കുട്ടികൾക്ക് നമ്മൾ ചോറ് കൊടുക്കുന്നത്. നിതിൻ സാറേ, നമ്മുടെ സ്കൂൾ വണ്ടീനെ സംബന്ധിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ? നമുക്ക് സ്കൂൾ വണ്ടീനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പോകുന്നു. സ്കൂൾ ബസ്സായ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ പോകുന്നു. നമുക്കറിയാം, നമുക്ക് 2 ഡ്രൈവർമാരും 2 ആയമാരും സ്കൂളിന്റെ ബസ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കി കണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിന്റെ ഓൺഷിപ്പിലുള്ളത് 2 ബസ്സുകളാണ് നമ്മുടെ ഓൺഷിപ്പിലുള്ളത്. അതുപോലെ ഒരെണ്ണം ഹൈസ്കൂളിന്റെ ഓൺഷിപ്പിലാണ്. ഏകദേശം 170 കുട്ടികളോളം നമ്മുടെ സ്കൂൾ ബസ്സിനെ ആശ്രയിച്ച് എത്തിച്ചേരുന്നവരാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബസ് അടുത്ത അധ്യയന വർഷം മുതൽ നമുക്കൊരു നമുക്ക് വീണ്ടും തിരികെ എത്താം. 2025 ജൂൺ 17-ാം തീയതി സ്കൂളിന്റെ ഈ വർഷത്തെ ആദ്യ PTA കൂടുകയും മുൻ PTA പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സിബി കോടമുള്ളിലിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പുതിയ PTA MPTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ആയി ശ്രീ ബിനോയ് സെബാസ്റ്റ്യൻ, MPTA പ്രസിഡന്റായി ശ്രീമതി ശരണ്യ കെ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 35ഓളം അംഗങ്ങളാണ് നമ്മുടെ PTA MPTA കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്കൂളിന്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അടുക്കും ചിട്ടയും നൽകുന്നതിനായി സ്കൂളിൽ രൂപീകരിച്ചിരിക്കുന്ന സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും പ്രവർത്തനങ്ങൾ ജൂലൈ 11-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ ഈ പ്രവർത്തനങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളും വിവിധ മത്സരങ്ങളുമെല്ലാം മുഴുവൻ കുട്ടികളെയും 4 ഹൗസുകളായി തിരിച്ച് നടത്തുന്നതിനാൽ
എല്ലാ കുട്ടികൾക്കും വളരാനും മികച്ച വിജയം നേടാനുമുള്ള തുല്യ അവസരം ലഭിക്കുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായാണ് നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ തല ശാസ്ത്രോത്സവം, പ്രവൃത്തി പരിചയ IT മേളകൾ, സ്പോർട്സ് ആൻഡ് ആർട്സ് ഫെസ്റ്റുകൾ എന്നിവ നടത്തിയത്. തുടർന്ന് നമ്മുടെ സ്കൂളിലെ മിടുമിടുക്കരായ അധ്യാപകർ നൽകിയ പരിശീലനത്തിന്റെയും മാതാപിതാക്കളുടെ നിർലോഭമായ സഹകരണത്തിന്റെയും ഫലമായി ഈ വർഷത്തെ ജില്ലാ, ഉപജില്ലാ മത്സരങ്ങളിൽ തൊടുപുഴയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന പേര് നിലനിർത്താൻ നമ്മുടെ ചുണക്കുട്ടികൾക്ക് സാധിച്ചു എന്ന് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അറിയിക്കട്ടെ. നമ്മുടെ സ്കൂളിന്റെയും കുട്ടികളുടെയും ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന PTA, MPTA അംഗങ്ങളുടെ ശക്തമായ പിന്തുണയോടെയാണ് സ്വാതന്ത്ര്യദിനം, ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ എല്ലാ ദിനാചരണങ്ങളും നടത്തിയത്. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ PTA പ്രസിഡന്റ് ശ്രീ ബിനോയ് സെബാസ്റ്റ്യന്റെയും MPTA പ്രസിഡന്റ് ശ്രീമതി ശരണ്യ കെയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന PTA, MPTA അംഗങ്ങളുടെ അക്ഷീണ പ്രയത്നവും കരുതലും ഉണ്ടായിരുന്നു എന്നത് ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എന്തിനും ഏതിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ PTA, MPTA ടീം കല്ലാനിക്കൽ സെയിന്റ് ജോർജ് UP സ്കൂളിന്റെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമാണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ 10 നടത്തി. അതിനു മുന്നോടിയായി ഇലക്ഷൻ വിജ്ഞാപനവും പ്രചാരണവും തുടങ്ങി ഇലക്ഷന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കുട്ടികൾ കടന്നുപോയി. വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ആവേശം ജനിപ്പിച്ചു. സ്കൂൾ ഹെഡ് ബോയ് ആയി മാസ്റ്റർ ഡോൺ അജി, ഹെഡ് ഗേൾ ആയി കുമാരി വംശിക S എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ തന്നെ അതിപ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലെ കരാട്ടെ, യോഗ, ഡാൻസ്, ചിത്രരചന ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. വിശാലമായ സ്കൂൾ ഗ്രൗണ്ട്, കൃത്യമായ സ്കൂൾ ബസ് സൗകര്യം, രുചികരമായ ഉച്ചഭക്ഷണം, സുരക്ഷിതമായ സ്കൂൾ ക്യാമ്പസ്, LKG, UKG, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ക്ലാസുകൾ എന്നിവ നമ്മുടെ സ്കൂളിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. മാത്രമല്ല, കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന മിടുക്കരായ അധ്യാപകരാണ് നമ്മുടെ സ്കൂളിന്റെ കരുത്ത് എന്ന് ഏറെ അഭിമാനപൂർവ്വം പറയട്ടെ. നവതി വിളംബര കൂട്ടയോട്ടം. സ്കൂൾ നവതിയോടനുബന്ധിച്ച് മാനേജർ അച്ഛന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും ചേർന്ന് 90 തിരികൾ തെളിച്ചു. തുടർന്ന് നവതി വിളംബരം ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച കൂട്ടയോട്ടം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. നവതി കർമ്മ പരിപാടികൾ 2025-26 കാലഘട്ടത്തിൽ നീണ്ട 90 വർഷങ്ങൾ പൂർത്തിയാക്കിയ നമ്മുടെ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ദന്തപരിശോധനാ ക്യാമ്പ്, തിരികെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, 3ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും സൈക്കിൾ പരിശീലനം, ഭവന നിർമ്മാണ സഹായം തുടങ്ങി 90ഓളം കർമ്മ പരിപാടികളാണ് നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. കൂടാതെ നവതി സ്മാരകമായി നമ്മുടെ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ചിൽഡ്രൻസ് പാർക്ക് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികളുടെ മാനസികോല്ലാസവും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് എടുത്തു പറയട്ടെ. സ്കൂൾ നവതിയോടനുബന്ധിച്ച് PTA നേതൃത്വത്തിൽ സമ്മാന കൂപ്പണുകൾ വിതരണം ചെയ്യുകയും ശിശുദിനത്തിന് നറുക്കെടുത്ത് അതിൽ നിന്ന് കിട്ടിയ തുക കുട്ടികൾക്ക് പാർക്ക് നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കുകയും ചെയ്തു. നമ്മുടെ നവതി സ്മാരക പാർക്ക് നിർമ്മാണത്തിൽ PTA, MPTA സഹകരണം എടുത്തു പറയേണ്ടതാണ്. ഫണ്ട് സമാഹരണം മുതൽ പാർക്ക് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൈമേയ് മറന്ന് സ്കൂളിനു വേണ്ടി അധ്വാനിച്ച ഞങ്ങളുടെ PTA, MPTA അംഗങ്ങളെ ഏറെ നന്ദിപൂർവ്വം സെയിന്റ് ജോർജ് UP സ്കൂൾ കല്ലാനിക്കലിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ലോക പരിസ്ഥിതി ദിനം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, ലോക ബാലവേല വിരുദ്ധ ദിനം, ലോക രക്തദാന ദിനം, ദേശീയ വായനാ ദിനം, അന്തർദേശീയ യോഗാ ദിനം, അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം, അന്തർദേശീയ ലഹരി മരുന്ന് വിരുദ്ധ ദിനം,
ദേശീയ ഡോക്ടേഴ്സ് ദിനം, ലോക പേപ്പർ ബാഗ് ദിനം തുടങ്ങിയ ഈ വർഷത്തെ എല്ലാ ദിനാചരണങ്ങളും നമ്മുടെ സ്കൂളിൽ വളരെ മനോഹരമായി നടത്തുകയും കുട്ടികൾക്ക് അതാത് ദിനങ്ങളോടനുബന്ധിച്ചുള്ള വിവിധ പ്രവർത്തനങ്ങൾ നൽകുകയും ചെയ്തു. മാത്രമല്ല, ലഹരിക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ, റാബിസ് പ്രതിരോധത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ, വ്യക്തി ശുചിത്വ ബോധവൽക്കരണ ക്ലാസുകൾ, പരിസ്ഥിതി സംരക്ഷണത്തിനായി പെൻ ബിൻ സ്ഥാപിക്കൽ, പേപ്പർ പേന നിർമ്മാണം, ഓണക്കിറ്റ് വിതരണം, ജോർജിയൻ ന്യൂസ്, ജോർജിയൻ എക്കോസ്, കുട്ടിക്കട, ഗൈഡ് ആൻഡ് ബുൾബുൾ എന്നിങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നു. സ്കൂളിലെ 4-7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള LSS USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള പ്രത്യേക പരിശീലന ക്ലാസുകളും നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നു. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ബെൻ ടോമി, ആൻമരിയ സിജോ എന്നിവർ USS സ്കോളർഷിപ്പും അഭിരാമി PM, മൈക്കിൾ സിജോ ജോൺ എന്നിവർ LSS സ്കോളർഷിപ്പും നേടുകയുണ്ടായി. കേരള ഗവൺമെന്റിന്റെ ന്യൂ മാത്സ് എക്സാമിനേഷനിൽ മികച്ച വിജയം നേടി നമ്മുടെ ചുണക്കുട്ടികൾ. 6ാം ക്ലാസ്സിലെ എയ്ബൽ കെ അനു, ഭഗത് കൃഷ്ണ എന്നിവരാണ് തൊടുപുഴ ഉപജില്ലയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സര പരമ്പര തികച്ചും വേറിട്ടതായിരുന്നു. ഓരോ ആഴ്ചയും ഓരോ ആക്ടിവിറ്റി എന്ന തരത്തിൽ നീണ്ട 10 ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാക്കിയ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും LP UP വിഭാഗങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് വിദ്യാർത്ഥിയെ ഇന്ന് ഈ സദസ്സിൽ പ്രഖ്യാപിക്കും. സ്കൂൾ മുഴുവനും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റിനെ അറിയാനുള്ള ആകാംക്ഷയിലാണ്. അന്തർദേശീയ അധ്യാപക ദിനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ലിൻഡോ ജോർജ് സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ചത് തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 90 വർഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരും PTA MPTAയും ചേർന്ന് ഒരുക്കിയ നവതി ഗാനം ഏവർക്കും ഹൃദ്യമായ അനുഭവമായി മാറി. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ ഇനിയും ഒരു 100 ദശകങ്ങൾ നമ്മുടെ കുട്ടികളെയും നാടിനെയും ഒരുക്കാൻ, നയിക്കാൻ നമ്മുടെ സ്വന്തം കല്ലാനിക്കൽ സെയിന്റ് ജോർജസ് UP സ്കൂളിന് ആകട്ടെ. നന്ദി.